അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷനുമായുള്ള അസ്വാരസ്യങ്ങളെല്ലാം പരിഹരിച്ച് ക്ലബ്ബുകൾക്ക് കൂടി പങ്കാളിത്തമുള്ള തരത്തിൽ പുതിയ സീസണിനൊരുങ്ങുകയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ. കഴിഞ്ഞ വർഷത്തെ അനിശ്ചിതമെല്ലാം മാറ്റി ഒക്ടോബറിൽ പുതിയ സീസൺ ആരംഭിക്കാനിരിക്കുകയാണ്. എന്നാൽ അതിനേക്കാൾ വലിയൊരു പ്രശ്നം ഇപ്പോൾ ഉടലെടുത്തു. ISLൽ ഏറ്റവും അധികം ആരാധകരുള്ള കേരളത്തിൻ്റെ സ്വന്തം ടീം കേരള ബ്ലാസ്റ്റേഴ്സ് അടച്ചുപൂട്ടാനൊരുങ്ങുന്നു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായ ടീമിനെ വിറ്റൊഴിവാക്കാനുള്ള ശ്രമത്തിലാണ് ഉടമകളായ മാഗ്നം സ്പോർട്സ് ലിമിറ്റഡ്. 100% ഓഹരികളും വിൽക്കാനാണ് കമ്പനിയുടെ തീരുമാനം. ISLലെ മിക്ക ക്ലബ്ബുകളെയും പോലെ ആദ്യ സീസൺ മുതൽ നഷ്ടത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സും. എന്നാൽ കഴിഞ്ഞ വർഷമാണ് അത് ഭീകരമായത്. റിലയൻസിന്റെ കീഴിലുണ്ടായിരുന്ന FSDLുമായി അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ കരാർ പുതുക്കാൻ തയ്യാറാകാതെ നിന്നതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. ഇതോടെ ക്ലബ്ബുകൾക്ക് ലഭിച്ചിരുന്ന ബ്രോഡ്കാസ്റ്റ് പരസ്യ വരുമാനങ്ങൾ ഇല്ലാതായി. ഏഷ്യയിലെ തന്നെ ഏറ്റവും അധികം ആരാധക പിന്തുണയുള്ള ടീമുകളിലൊന്നായ കേരള ബ്ലാസ്റ്റേഴ്സിന് ശരാശരി 30 കോടിയോളം രൂപ പരസ്യ ഇനത്തിൽ ലഭിച്ചിരുന്നു. അതിനു പുറമെ FSDL നൽകുന്ന സാമ്പത്തിക സഹായവും ക്ലബ്ബുകൾക്ക് വലിയ ആശ്വാസമായിരുന്നു. FSDL പോയതോടെ അതെല്ലാം നിന്നു. AFF ആവട്ടെ ഒന്നും ചെയ്യാതെ മുകളിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. ISL മത്സരങ്ങളുടെ സംപ്രേഷണ കരാർ മുമ്പ് 270 കോടി രൂപയായിരുന്നു. കഴിഞ്ഞ വർഷം അത് വെറും 9 കോടി മാത്രമായി ചുരുങ്ങി, താങ്ക്സ് ടു AFF. കഴിഞ്ഞ വർഷം മാത്രം 30 കോടിയിലേറെ രൂപയാണ് ബ്ലാസ്റ്റേഴ്സിന് നഷ്ടം വന്നത്. ഇത്ര വലിയ നഷ്ടം സഹിച്ച് ലീഗിൽ തുടരേണ്ടെന്ന നിലപാടിലാണ് മാഗ്നം ഗ്രൂപ്പ്. ഇതോടെ ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിൽ കളിക്കുമോ എന്ന് പോലും ഉറപ്പില്ല. സൂപ്പർ ലീഗ് കേരള ടീമായ കാലിക്കറ്റ് FCയുടെ ഉടമയും വ്യവസായിയുമായ VK മാത്യൂസ് ബ്ലാസ്റ്റേഴ്സിനെ വാങ്ങാൻ സന്നദ്ധത അറിയിച്ചിരുന്നു. നേരത്തെ ലുലു ഗ്രൂപ്പും മുന്നോട്ട് വന്നെങ്കിലും പിന്മാറുകയായിരുന്നു. എന്നാൽ ടീമിൻ്റെ കടബാധ്യതയുൾപ്പെടെ ബ്ലാസ്റ്റേഴ്സ് 150 കോടിയിലേറെ രൂപയാണ് ആവശ്യപ്പെടുന്നത്. പരമാവധി 60 മുതൽ 80 കോടി വരെ ചിലവഴിക്കാമെന്നാണ് IBS ഗ്രൂപ്പിൻ്റെ കണക്കുകൂട്ടൽ. മാത്രമല്ല, ഉടൻ ടീമിനെ വാങ്ങിയാലും ഈ ചെറിയ സമയത്തിനുള്ളിൽ ISLനായി താരങ്ങളെ മുഴുവൻ സ്വന്തമാക്കി മത്സര സജ്ജമാക്കുക എന്നത് മാരത്തൺ പണിയാണ്. അതുകൊണ്ട് തന്നെ ഈ സീസണിൽ പുതിയ ഉടമകൾ വരുമോ എന്ന് യാതൊരു ഉറപ്പുമില്ല. അഡ്രിയാൻ ലൂണയുൾപ്പെടെ 13 താരങ്ങൾ മാത്രമാണ് നിലവിൽ ടീമിനൊപ്പമുള്ളത്. കഴിഞ്ഞ സീസണിൽ ഇന്തോനേഷ്യൻ ക്ലബിനായി ലോൺ അടിസ്ഥാനത്തിൽ കളിക്കാൻ പോയ ലൂണ ഈ സീസണിൽ ടീമിനൊപ്പം ചേരുകയായിരുന്നു. എന്നാൽ സച്ചിൻ സുരേഷ്, നിഹാൽ സുധീഷ് അടക്കമുള്ള താരങ്ങളെല്ലാം കരാർ കാലാവധി പൂർത്തിയായതോടെ ക്ലബ്ബ് വിട്ടു. ലൂണ മാത്രമാണ് നിലവിൽ ടീമിലെ വിദേശ താരം. ഗോളി അർഷേഖ്, ബികാഷ് യുമ്നം, ഹോർമി പാം, സുമിത് ശർമ്മ, നവോച്ച സിംഗ്, സന്ദീപ് സിംഗ്, ലാൽത്തൻ മാവിയ, ഫ്രെഡി, എബിൻ ദാസ്, വിപിൻ മോഹനൻ, കോറോ സിംഗ്, MS രേക്കുട്ടൻ എന്നിവരാണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സുമായി കരാറുള്ള താരങ്ങൾ. ഓഗസ്റ്റ് 31-നാണ് കളിക്കാരുടെ ട്രാൻസ്ഫർ വിൻഡോ അവസാനിക്കുന്നത്. അതിനു മുമ്പ് താരങ്ങളെ എത്തിക്കണം. നിലവിൽ മാഗ്നം കൈവിട്ട സ്ഥിതിക്ക് പുതിയ റിക്രൂട്ടിനൊന്നും അവർ മുതിർന്നേക്കില്ല. പുതിയ ഉടമകൾ എന്നു വരുമെന്ന കാര്യത്തിൽ ഉറപ്പുമില്ല. ISLൽ കളിക്കാനായി അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന് ഫീസിനത്തിൽ നൽകാനുള്ള 1 കോടി 10 ലക്ഷം രൂപയിൽ ആദ്യ ഗഡു 55 ലക്ഷം ബ്ലാസ്റ്റേഴ്സ് അടച്ചിരുന്നു. കഴിഞ്ഞ സീസണിൽ തുടക്കത്തിലെ മോശം പ്രകടനത്തിന് ശേഷം സെക്കൻഡ് ലെഗിൽ 1.5 തിരിച്ചുവരവാണ് ടീം നടത്തിയത്. പണം കൊടുക്കാതെ കുറച്ച് താരങ്ങളെ വാങ്ങി പ്രകടനം മോശമായപ്പോൾ മഞ്ഞപ്പട തന്നെ പ്രത്യക്ഷ പ്രതിഷേധവുമായി എത്തി. ഒടുക്കം ഗത്യന്തരമില്ലാതെ ക്വാളിറ്റി പ്ലെയേഴ്സിനെയും പരിശീലകനായി ആഷ്ലി വെസ്റ്റ്വുഡിനെയും കൊണ്ടുവന്നാണ് ടീം വൻ കംബാക്ക് നടത്തിയത്. ആ പ്രകടനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഇത്തവണ മികച്ച പ്രകടനം പ്രതീക്ഷിക്കുന്നവർക്ക് മുന്നിലാണ് ക്ലബ്ബ് വിൽപ്പനയ്ക്ക് എന്ന ബോർഡ് വരുന്നത്. ഇക്കാലയളവിൽ ഒരു കപ്പ് പോലും നേടിയിരുന്നില്ലെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ മലയാളികൾക്ക് ഒരുപാട് നല്ല ഓർമ്മകളുണ്ട്. സുശാന്ത് മാത്യുവിൻ്റെ വണ്ടർ ഗോളും, സൂപ്പർ സബായി ഇറങ്ങി CK വിനീത് നേടുന്ന ലാസ്റ്റ് ടൈം ഗോളുകളും, ഹോസു ഖുറൈസിൻ്റെ അസിസ്റ്റുകളും, ആരോൺ ഹ്യൂസിൻ്റെ ക്യാപ്റ്റൻസിയും, അഡ്രിയാൻ ലൂണയുടെ ആത്മാർത്ഥതയും, അങ്ങനെ ഒരുപാട് നല്ല ഓർമ്മകൾ. പുതിയ ഉടമകൾ ഉടനെത്തിയില്ലെങ്കിൽ ആ നൊസ്റ്റാൾജിക് മൊമെൻറ്റ്സും കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന തലയെടുപ്പുള്ള കൊമ്പനും എന്നേക്കുമായി ഓർമ്മയാകും.